ഗാസയിൽ നിന്ന് ലെബനനിലേക്ക് ഇസ്രയേലിന്റെ തോക്കിൻ കുഴലുകളും ടാങ്കുകളും എത്തുമ്പോൾ അത് ലോകത്തിന് നൽകുന്ന സന്ദേശം മറ്റൊന്നല്ല. ആഗോള സമാധാനത്തിന് തന്നെ പലപ്പോഴും ഭീഷണി ഉയർത്തിയിട്ടുള്ള ഇറാന്റെ നട്ടെല്ല് തകർക്കുക എന്നതായിരിക്കും അത്. ആദ്യ നീക്കത്തിൽ തന്നെ ലെബനനിലെ ഭീകരതലവൻ ഹസൻ നസ്രള്ളയെ വകവരുത്തി എന്നത് തന്നെയാണ് ഇസ്രയേലിന്റെയും പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെയും നേട്ടം. നസ്രള്ളയെ തുടക്കത്തിലേ തീർത്താൽ ഹിസ്ബുള്ളയെയും അതുവഴി ഇറാനെയും ഞെട്ടിക്കാനാകുമെന്ന് ഇസ്രായേലിന് നന്നായി അറിയാം. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇനിയുള്ള കാലം പുതിയ സമവാക്യങ്ങളാകും ഉണ്ടാവുക. ഇറാന്റെ പിന്തുണയോടെ വലിയ അശാന്തി സൃഷ്ടിക്കുന്ന ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂതികൾക്കും സിറിയയിലെ വിവിധ ഭീകര ഗ്രൂപ്പുകൾക്കും ഇറാഖിലെ ഭീകര ഗ്രൂപ്പുകൾക്കും ഇനി അത്ര ശുഭകരമായിരിക്കില്ല കാലം എന്ന സൂചനയാണ് ഇസ്രയേൽ നൽകുന്നത്. ഈ ഭീകര ഗ്രൂപ്പുകൾക്കെല്ലാം ആയുധം നൽകുന്നത് ഇറാനാണെന്നത് പകൽ പോലെ സത്യം. ഇസ്രയേലിനും മറ്റു പാശ്ചാത്യ രാജ്യങ്ങൾക്കും എന്നും തലവേദനയാണ് ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളുമടങ്ങുന്ന ഈ ഭീകര ഗ്രൂപ്പ്. ഇവർ സൃഷ്ടിക്കുന്ന പ്രതിരോധത്തിന്റെ നട്ടെല്ല് എന്നും ഇറാനാണ്. ആദ്യം ഹമാസിനെ തകർത്തു തരിപ്പണമാക്കി, പിന്നാലെ ഹിസ്ബുള്ളയുടെ നടുവൊടിച്ചു. ഇസ്രയേൽ ശരിക്കും പ്രഹരിക്കുന്നത് ഇറാനെ തന്നെയാണ്. ഹമാസിനെതിരെ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചപ്പോൾ ലോകത്ത് ചിലരെങ്കിലും കരുതിയിട്ടുണ്ടാകും ഇറാൻ നേരിട്ട് യുദ്ധത്തിനിറങ്ങുമെന്ന്. എന്നാൽ അതുണ്ടായില്ല. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും പിന്നിൽ നിന്ന് നൽകുന്ന പിന്തുണ തുടരുകയായിരുന്നു. ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നിൽ വരെ ഇസ്രയേലിന്റെ കൈകളുണ്ടെന്ന് വ്യക്തമായിരുന്നു. എന്നിട്ടും ഇറാൻ നേരിട്ട് രംഗത്ത് വന്നിരുന്നില്ല. ഇറാൻ ഇപ്പോഴും പ്രത്യക്ഷ രംഗത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ അവർ എക്കാലത്തും നിഴൽ യുദ്ധത്തിന് മാത്രമാണ് തയ്യാറെന്ന് മനസ്സിലാക്കണം. അതാണിപ്പോൾ ലോകം തിരിച്ചറിയുന്നതും. ഇറാന്റെ പ്രോക്സിയാണ് ലെബനനിലെ ഹിസ്ബുള്ള. ഇവർക്ക് ആയുധങ്ങളും പണവും നൽകുന്നത് ഇറാനാണ്. എന്നാൽ ഹിസ്ബുള്ള ഭീകരർക്കു നൽകിയ പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച വലിയ സംഭവമുണ്ടായി. ഇസ്രായേൽ നടപ്പാക്കിയ യുദ്ധതന്ത്രമായിരുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇറാന് വലിയ നഷ്ടങ്ങളാണ് നേരിട്ടല്ലെങ്കിൽ പോലും ഉണ്ടായത്. ഹമാസ് യുദ്ധസമയത്ത് 2 വട്ടം മിസൈലുകൾ പായിച്ച് ഇസ്രയേലും ഇറാനും കൊമ്പുകോർക്കലിന്റെ വക്കത്ത് വരെ എത്തിയിരുന്നു. അന്ന് ഇറാന്റെ ആയുധപ്പുരകൾ ഇസ്രയേലി മിസൈലാക്രമണത്തിൽ തകർന്നിരുന്നു. ഇതുകൂടാതെ ഇറാന്റെ ആത്മവിശ്വാസത്തിനുമേൽ കടുത്ത പ്രഹരവും ഏൽപ്പിക്കാൻ അന്ന് തന്നെ ഇസ്രയേലിനായി. ഹമാസിനെ തീർക്കുകയും ഹിസ്ബുള്ളയുടെ നടുവൊടിക്കുകയും കൂടി ചെയ്തതോടെ ഇസ്രയേൽ ഇറാനുമേൽ കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. ഇറാന്റെ ശത്രുക്കൾ ഞങ്ങൾക്കും ശത്രുക്കൾ എന്നതാണ് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയുമെല്ലാം നിലപാട്. ശത്രുക്കളെ നേരിടേണ്ടി വരുമ്പോൾ ആയുധവും നൽകി ഇറാൻ ഇവരെ ഇറക്കിവിടും. ശത്രുക്കളെ നേരിടേണ്ടി വരുമ്പോൾ ആയുധവും നൽകി ഇറാൻ ഇവരെ ഇറക്കിവിടും. ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ ഇറാന് തെറ്റുപറ്റിയോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഒക്ടോബർ 7 തുടങ്ങിയ ഹമാസിനെതിരായ യുദ്ധം അടുത്ത ഘട്ടത്തിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ തന്നെയാകുമെന്ന് ഉറപ്പായിരുന്നു. ഇങ്ങനെയൊരു ആക്രമണം വന്നാലും അത് ചെറുത്തു നിൽക്കാൻ ശേഷി ഹിസ്ബുള്ളയ്ക്കുണ്ട് എന്നതായിരുന്നു ഇറാൻ സൈന്യവും ഇന്റലിജൻസും കരുതിയിരുന്നത്. എന്നാൽ ഇസ്രയേലിനു മുന്നിൽ വിറയ്ക്കുന്ന ഹിസ്ബുള്ളയെയാണ് കണ്ടത്. ഹിസ്ബുള്ള ഇറാനെ തങ്ങളുടെ രക്ഷകർത്താവായി കണ്ടെന്നത് ശരിയാണ്. എന്നാൽ ഇറാന് വേണ്ടി പ്രതിരോധം തീർക്കേണ്ടവരാണെന്ന കാര്യം മറന്നതാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് അങ്ങനെയൊരു ശ്രമം ഒരിക്കലും ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഹമാസുമായി നിരന്തരം ഇസ്രായേൽ ഏറ്റുമുട്ടാറുണ്ടായിരുന്നുവെങ്കിലും ഹിസ്ബുള്ളയ്ക്കെതിരെ കനത്ത ഒരാക്രമണം കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ നടത്തിയിട്ടില്ല. 2006 ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രള്ളയെ വധിക്കാൻ ഒരു പ്ലോട്ട് ഇസ്രായേൽ ഉണ്ടാക്കിയതാണ്. പക്ഷേ അത് സാധ്യമായത് ഇപ്പോൾ മാത്രമാണ്. വർഷങ്ങൾ നീണ്ട ഇന്റലിജൻസ് വർക്കിലൂടെയാണ് അത് ഇസ്രായേലിന് സാധ്യമായത്. ഇപ്പോൾ വ്യക്തമാകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇറാന് തിരിച്ചടിക്കുള്ള ശേഷിയൊക്കെ നഷ്ടപ്പെട്ടെന്ന് തന്നെയാണ്. എന്ത് പ്രകോപനം സൃഷ്ടിച്ചാലും ഇസ്രായേൽ അനങ്ങാൻ പോകുന്നില്ല. എത്രയോ കാലമായി ലോക സമാധാനത്തെ തന്നെ ആയുധം കാണിച്ചും അണുബോംബുണ്ടെന്ന് പറഞ്ഞും പേടിപ്പിച്ച ഇറാൻ ഞെട്ടിവിറയ്ക്കുന്ന ദിവസങ്ങളാണിത്. അറബ് ലോകത്തു നിന്ന് വലിയ പിന്തുണയൊന്നുമില്ല. പിന്തുണച്ചുകൊണ്ടിരുന്ന ഹമാസും ഹിസ്ബുള്ളയും തകർന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഹൂതികൾക്ക് വലിയ ശക്തിയൊന്നുമില്ല. സൗദിയും UAEയും ഒന്നും ഒരിക്കലും കൂട്ടുനിൽക്കില്ല. ഇസ്രയേലിന്റെ ഓരോ മുന്നേറ്റവും അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുകയാണ്. അതിന്റെ സൂചനകളാണ് ഗാസയിൽ കണ്ടത്, ഇപ്പോൾ ലെബനനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.